ഇന്ന് നമുക്ക് ഹാഷ് ബ്രൗൺ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്ക് ആയിട്ടെല്ലാം കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. ഞാൻ ഇതിന് വേണ്ടി 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതിപ്പം ഒരു 1/2 കിലോ ഉരുളക്കിഴങ്ങാണ് ഉള്ളത്. ചെറുതാണെങ്കിൽ ഒരു 3 ഉരുളക്കിഴങ്ങ് വരെ വേണ്ടി വരും. അപ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് നമുക്ക് ആദ്യം ഒന്ന് തൊലി കളഞ്ഞ് എടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങും തൊലി കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. കുറച്ച് വലുതായിട്ട് തന്നെയാണ് ഞാനിത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഒരു ഗ്രേറ്റ് ചെയ്ത ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് കഴുകിയെടുക്കണം. അപ്പം അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് നല്ല തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്. ഈ ഒരു തണുത്ത വെള്ളത്തിലാണ് നമ്മൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത ഉരുളക്കിഴങ്ങ് കഴുകിയെടുക്കുന്നത്. ഈ ഒരു ഉരുളക്കിഴങ്ങിലെ സ്റ്റാർച്ച് മുഴുവൻ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കുന്നത്. അപ്പം ഞാനിവിടെ ഉരുളക്കിഴങ്ങ് ഈ ഒരു തണുത്ത വെള്ളത്തിൽ നല്ലവണ്ണം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കഴുകിയെടുത്ത ഉരുളക്കിഴങ്ങിനെ ഒരു അരിപ്പയിലിട്ടിട്ട് മുഴുവൻ വെള്ളം പോയതിന് ശേഷം ഒരു ടവലിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു ഉരുളക്കിഴങ്ങ് മുഴുവനും ഈ ഒരു ടവലിൽ ഇട്ടിട്ട് ബാക്കിയുള്ള വെള്ളം കൂടി നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഉരുളക്കിഴങ്ങ് ഒട്ടും തന്നെ വെള്ളയില്ലാതെ നല്ല ഡ്രൈ ആയിട്ട് വരണം. അതുവരെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. അപ്പം ഈ ഒരു ഉരുളക്കിഴങ്ങിന് നന്നായിട്ട് പിഴിഞ്ഞ് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളമില്ലാതെ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർക്കാനുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കുന്നത് മൈദയാണ്. ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു 1/2 കപ്പ് മൈദ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും മുളക് പൊടിയും ചേർക്കണം. ഞാൻ 2 പൊടിയും ചേർക്കുന്നുണ്ട്. ഞാനിവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് വെളുത്തുള്ളിയാണ്. ഞാനിവിടെ 2 അല്ലി വെളുത്തുള്ളി വളരെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ ഒരു ചെറിയ സവാള വളരെ ചെറുതായി അരിഞ്ഞത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പം മുട്ടയും മൈദയിലും ചേർത്ത് ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റണം. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇത് ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് പരത്തിയെടുക്കാം. അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ പരത്തിയെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ച് പാനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ കയ്യിൽ വെച്ച് ഇതേപോലെ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് മുഴുവനും ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്യാം. ഞാനിത് ഫ്രൈ ചെയ്യുന്നത് ഓയിലും ബട്ടറും മിക്സ് ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് ബട്ടർ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ഓയിലിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. പക്ഷേ നമ്മൾ ബട്ടർ കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഓയിലും കുറച്ച് ബട്ടറും ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ചതിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ആയി വരാൻ വേണ്ടി കുറച്ചധികം തന്നെ സമയം എടുക്കും. കാരണം നമ്മൾ വേവിക്കാത്ത ഉരുളക്കിഴങ്ങാണ് ഇതിലിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ഉൾഭാഗമെല്ലാം വെന്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ചധികം സമയം എടുക്കും. അതുകൊണ്ട് തീ നന്നായി കുറച്ച് വെക്കാം. അടിഭാഗം നന്നായി കളറ് മാറി ഒരു ക്രിസ്പിയായി വരുന്നത് വരെ നമ്മളിതിനെ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 3-4 ഒന്നിച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ അടിഭാഗം നന്നായി കളർ മാറി നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ മുഴുവനും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം തീർച്ചയായും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.